ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ കിയ സെൽറ്റോസ്. സെൽറ്റോസിന്റെ ഒരു മിഡ് വേരിയന്റ് എന്ന് പറയാവുന്ന HTX വേരിയന്റ് ആണ്. എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള വേരിയന്റ് ആണ് HTX വേരിയന്റ്. ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് പറയാം. അതായത് 21 ലക്ഷം രൂപ ബഡ്ജറ്റിലൊക്കെ ഒരു വാഹനം നോക്കുന്നവർക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും തരുന്ന ഒരു വേരിയന്റ് ആണ് HTX വേരിയന്റ്. ഈ HTX വേരിയന്റിൽ തന്നെ HTX A എന്നും പറഞ്ഞ അഡാസ് ഉള്ള ഒരു വേരിയന്റും കൂടി അവൈലബിൾ ആണ്. ഇത് നോൺ അഡാസ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഈ പുതിയ കിയ സെൽറ്റോസിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ കിയ സെൽറ്റോസിൽ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്ന HTX വേരിയന്റ് ആണ്. ഈ HTX വേരിയന്റ് നമുക്ക് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ HTX വേരിയന്റിലാണ് നമുക്ക് അഡാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡാസ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റിന് HTX A എന്നും പറഞ്ഞൊരു പുതിയ വേരിയന്റ് ആയിട്ടാണ് കിയ കൊടുത്തിരിക്കുന്നത്. അതായത് HTX വേരിയന്റിലും GT ലൈനിലും X ലൈനിലും അഡാസ് ഉള്ളതും ഇല്ലാത്തതുമായ വാഹനം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഒരു ബ്രാൻഡ് ന്യൂ കളറാണ്. മോർണിംഗ് ഹാസ എന്നാണ് ഒരു കളർ എന്ന് പറയുന്നത്. ഒരു ലൈറ്റ് വൈറ്റ് ടച്ച് ഒക്കെ തോന്നുന്ന ഒരു കളറാണ്. ഫ്രണ്ടിലെ ഗ്രില്ലിൽ ഒരു ബ്ലാക്ക് ഫിനിഷിലൊക്കെ വരുന്നത് കൊണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് ആ ഒരു പുതിയ കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ആണ് ഈ വാഹനം നമ്മൾക്ക് തരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലെ മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ HTX വേരിയന്റിൽ നമുക്ക് ഫ്രണ്ടിൽ LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് 3 സ്ലോട്ട് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ടാണ് വരുന്നത്. അത് ഇത്രയും യൂണിറ്റ് LED ആയിട്ട് കൊടുത്തിട്ട് എന്തുകൊണ്ടോ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തു. അതിൻ്റെ ചേർന്ന് തന്നെ ഒരു DRL കാണാനായിട്ട് പറ്റും. അതിനോട് ചേർന്ന് വശങ്ങളിൽ വലിപ്പമുള്ള ഒരു സിഗ്നേച്ചർ DRLും വരുന്നുണ്ട്. ഫ്രണ്ടിൽ ആ ടൈഗർ നോസ് ഗ്രില്ല് കാര്യങ്ങൾ കാണാം. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. താഴെയായിട്ടാണ് ഫോഗ് ലാമ്പ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതും LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്കൊരു സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റും വരുന്നുണ്ട്. 200 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കിയ കൊടുത്തിരിക്കുന്നത്. താഴത്തെ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തരുന്നൊരു വാഹനമായിട്ട് പുതിയ കിയ സെൽറ്റോസ് മാറിയിട്ടുണ്ട്. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു വാഹനം HTX ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന വാഹനമാണ് എങ്കിലും ഇത് ഇതിന്റെ പെട്രോൾ മാനുവൽ വേരിയന്റ് ആണ്. പെട്രോൾ മാനുവൽ വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് വീൽസ് നോക്കുകയാണെങ്കിൽ ചെറിയ വീൽ സൈസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 16 ഇഞ്ച് വീൽസ് ആണ്. 205, 65 or 16 ആണ് ടയർ സൈസ് വരുന്നത്. ഇത് അലോയ്സ് അല്ല, ഒരു ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഓട്ടോമാറ്റിക് ആണെങ്കിലും അല്ലെങ്കിൽ ടർബോ പെട്രോളും ഡീസലിലൊക്കെ നമുക്ക് 17 ഇഞ്ച് വീൽസ് 215 സെഷൻ ടയറുകളുമാണ് വരുന്നത്. ആ കാണാൻ ഭംഗിയുള്ള ആ ന്യൂജൻ അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. വശങ്ങളിൽ ചുറ്റുപുറം ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അത് ഈ വാഹനത്തിൻ്റെ SUV ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ കളറിനോട് മാച്ച് ആവുന്ന രീതിയിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മുടെ മിറേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റേഴ്സും വരുന്നു. ആ മിറേഴ്സിൻ്റെ ഒരു ഡിസൈൻ തന്നെ ഒരു ന്യൂജൻ ഡിസൈൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ ബോഡിയിലോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. ഫ്ലഷ് ടു ഓപ്പൺ ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റെയിൽസ് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പനോറമിക് സൺറൂഫ് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ഷാർപ്പൻ ആൻറ്റിന കാണാം. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. വശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ക ബ്രാൻഡ് ന്യൂ ഡിസൈൻ തന്നെ പറയേണ്ടി വരും. വശങ്ങളിൽ താഴെയായിട്ട് നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്റ്റിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബ്ലാക്ക് ക്ലാഡിംഗ് ആണ്. അത് കവർ ചെയ്യുന്ന രീതിയിലാണ് സിൽവർ ഫിനിഷ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ആ വിൻഡോ ലൈനിൻ്റെ മോഡലായിട്ട് നമുക്ക് ആ ഒരു സിൽവർ ടച്ച് കാണാനായിട്ട് പറ്റും. അത് ബാക്ക് വശം വരെ നീളുന്ന രീതിയിലാണ് ഡിസൈൻ എലമെന്റ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ക്വാർട്ടർ ഗ്ലാസ് കാണാം. അതിലും നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ഇതിൻ്റെ C പില്ലറും B പില്ലറും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇപ്പോൾ വശങ്ങളിൽ നോക്കുമ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പഴയ സെൽറ്റോസിനേക്കാളും ബിഗർ, ബോൾഡർ ആൻഡ് വൈഡർ ആണ് നമ്മളുടെ പുതിയ സെൽറ്റോസ്. ഇപ്പോൾ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4460 സെഗ്മെന്റിൽ അത്യാവശ്യം ഏറ്റവും വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് മാറിയിട്ടുണ്ട്. വിഡ്ത്ത് ആണെങ്കിൽ 1830, ഹൈറ്റ് 1635 വീൽ ബേസ് ആണ് എടുത്തു പറയേണ്ടത്. 2690, കറക്റ്റ് 2600 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കൂടിയ വീൽ ബേസ് വരാനായിട്ടുള്ള കാരണം പുതിയ സെൽറ്റോസ് വന്നിരിക്കുന്നത് പുതിയ പ്ലാറ്റ്ഫോം, കിയയുടെ തന്നെ K3 പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിൽ എനിക്ക് തോന്നുന്നു അലോയ്സ് ഹൈദർ നിങ്ങൾക്ക് ടോപ്പ് എൻഡിൻ്റെ അലോയ്സിലേക്ക് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഹൈപ്പർ സ്റ്റൈൽ വീൽസ് മതിയെങ്കിലും കാണാൻ ലുക്കുള്ള രീതിയിൽ തന്നെയാണ് അത് വരുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ന്യൂജൻ ലുക്കിംഗ്, ഒരു EV ലുക്കിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു കണക്റ്റഡ് ടൈലൈറ്റ് കൊടുത്തിരിക്കുന്നു. അത് ഫുൾ LED ആയിട്ടാണ് വരുന്നത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ സ്പോയിലർ വരുന്നുണ്ട്. അതൊരു ഡിസൈൻ എലമെന്റ് എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു
സ്റ്റോപ്പ് ലൈറ്റ് കാണാം. ആ ഒരു സ്പോയിലറിൻ്റെ ഭാഗത്തും ആ ഒരു 3 ടോൺ കളർ, ആ ഒരു ന്യൂജൻ കളർ, അതിൻ്റെ താഴെ ആ ഒരു സിൽവർ ഫിനിഷ്, പിന്നെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ വാഹനത്തിൽ വൈപ്പർ, വാഷർ, ഡീഫോഗർ വരുന്നുണ്ട്. വൈപ്പർ ഇവിടെ ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ. അപ്പോൾ ഏത് വേരിയൻ്റ് എടുത്താലും, ഇപ്പോൾ കുറഞ്ഞ വേരിയൻ്റ് എടുത്താലും ബാക്കിൽ നിന്ന് വൈപ്പർ ഇല്ലെങ്കിൽ അതൊരു വൃത്തികേടായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ഈ ടെയിൽ ലൈറ്റ് എൻഡ് ചെയ്യുന്നതിൻ്റെ നടുക്കായിട്ടാണ് നമുക്ക് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് കിയയുടെ ബാഡ്ജിങ് ആണ്, സെൽറ്റോസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്. വേറൊരു മെയിൻ അഡ്വാൻറ്റേജ്, ഏത് വേരിയൻ്റാണെന്നുള്ള ബാഡ്ജിങ് ഒക്കെ കിയ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏത് വേരിയൻ്റ് മേടിച്ചാലും ഇപ്പോൾ എക്സ്റ്റീരിയർ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പെട്ടെന്നൊന്നും പറ്റത്തില്ല. പിന്നെ ഇതാണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക. താഴെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു, അതും LED ആയിട്ടാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ കോർണറിലും പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 2 റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ കണ്ട സെയിം ഡിസൈനിൽ തന്നെ ബാക്കിൽ നമുക്ക് സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയറിഷ് ആയിട്ട് വലിപ്പമുള്ള വലിയ ബൂട്ടുകൾ കാണാനായിട്ട് പറ്റും. ബൂട്ട് സൈസ് 447 ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. HTX വേരിയൻറ്റിൽ നമുക്ക് ബാക്കിൽ ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. പാഴ്സൽ ട്രേ വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട്. സാധാരണ വാഹനങ്ങളിൽ സ്പെയർ വീൽ ഒഴിവാക്കിയപ്പോൾ കിയ ഈ വാഹനത്തിൽ സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. ഈ ബേസ് വേരിയന്റിൽ കാണുന്ന സെയിം സൈസ് വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബൂട്ട് സ്പേസിലൊന്നും വലിയ ഇൻക്രീസ് ഒന്നും വന്നിട്ടില്ല. 447 പഴയ സെൽറ്റോസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസേ വന്നിട്ടുള്ളൂ. പക്ഷേ ഓവറോൾ വാഹനത്തിൻ്റെ വലിപ്പമാണ് മാസീവായിട്ട് മാറിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്ലഷ് ടു ഓപ്പൺ ആണ് എൻ്റെ ഡോർ ഹാൻഡിൽസ് വരുന്നത്. റിക്കോ സെൻസർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു കളർ ടോൺ നമ്മൾക്ക് ഈ HTX വേരിയന്റിൽ മാത്രമേ വരുന്നുള്ളൂ. HTX എല്ലാ വേരിയന്റിലും ഈ ഒരു ബേജ് ആൻഡ് ഓഫ് വൈറ്റ് തീമിലുള്ള കളർ ടോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു 3 ടോൺ കളർ കാണാം. ആ ഡോർ പാഡിൻ്റെ ഒരു ഡിസൈൻ ആണെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ തന്നെ പറയേണ്ടി വരും. ഇവിടെ ഒരു ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷ് കാര്യങ്ങൾ കാണാം. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. 4 പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഡ്രൈവർ സൈഡിൽ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ ബട്ടൺസ് കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്കൊരു സിൽവർ ഫിനിഷിലാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബോട്ടിൽ സ്പീക്കേഴ്സ് കാണാം. ഈ വേരിയന്റിൽ ബോസിന്റെ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അതിൻ്റെ ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ഈ ഒരു സീറ്റിന്റെ സെയിം കളർ ടോൺ തന്നെയാണ് നമുക്ക് ഈ ഒരു പോർഷനിലും കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ലെതറേറ്റഡ് വെന്റിലേറ്റഡ് സീറ്റുകളാണ്. സീറ്റുകളും ആ ഒരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സീറ്റ് മാത്രമല്ല, നമ്മുടെ സ്റ്റിയറിംഗിന്റെ ഔട്ടറും ഈ ഒരു പോർഷനും എല്ലാം നമുക്ക് ആ ഒരു പുതിയ കളർ ടോണിലാണ് വരുന്നത്. AC വെന്റ്സ് എല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിലും. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹിൽ ഡിസൈൻ കൺട്രോളിന്റെ ഓപ്ഷൻ കാണാം. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇത് മാനുവൽ വേരിയന്റ് ആണ്. എന്നാലും ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡലും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. കിയ സെൽറ്റോസിന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ ഇന്റീരിയർ. ഈ സെഗ്മെന്റിലെ മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് ആൻഡ് ലക്ഷൂറിയസ് ഇന്റീരിയർ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ HTX വേരിയന്റിന്റെ കളർ ടോൺ എടുത്തു പറയേണ്ട കാര്യമാണ്. അതിനകത്ത് ആംബിയൻ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് പക്കാ ഒരു പ്രീമിയം. അതായത് ഈ വാഹനത്തിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 19 ലക്ഷം രൂപയ്ക്കാണ്. ഒരു 30-35 ലക്ഷം രൂപ വിലയുള്ള വാഹനത്തിൽ കയറിയിരുന്ന ഫീലാണ് നമുക്ക് ശരിക്കും പുതിയ സെൽറ്റോസിൽ കയറിയിരിക്കുമ്പോൾ ലഭിക്കുന്നത്. ഒരു 4 സ്പോക്കായിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. അത് ലെതർ റാപ്ഡ് ആണ്. ഡബിൾ ഡി കട്ട് എന്ന് പറയാം. നമുക്ക് ഫുള്ളി കൺട്രോൾസ് അതിനകത്ത് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഇടതുവശത്താണ് ക്രൂസ് കൺട്രോളിന്റെ കാര്യം ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. വലതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ കിയയുടെ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കാണാം. എയർ ബാഗിന്റെ ഒരു എംബ്ലം കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ഡാർക്ക് ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങളാണ് വരുന്നത്. ഇതിപ്പോൾ മാനുവൽ വേരിയന്റ് ആയിട്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് ഒന്നും വരുന്നില്ല. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പറിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഈ HTX വേരിയന്റിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. നമ്മളുടെ കിയ സെറോസിലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. സ്പീഡോമീറ്ററും RPM മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. നമ്മൾ RPM റേസ് ചെയ്യുന്നതിനനുസരിച്ച് കളർ ടോണും ഇതും ചേഞ്ച് ആവുന്നത് കാണാനായിട്ട് പറ്റും. നടുക്ക് ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് വീലിലെ കൺട്രോൾസ് ഉപയോഗിച്ചിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. TPMS വരുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള മറ്റെല്ലാ ഇൻഫർമേഷൻ, ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു empty, അങ്ങനെ എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു 5 ഇഞ്ചിന്റെ ഡിസ്പ്ലേ അഡീഷണലി കൊടുത്തിരിക്കുന്നു. ഇതിലാണ് നമ്മുടെ AC കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. മൊത്തം ഒരു 33 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് തോന്നും. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ ഒരു 12.35 ഇഞ്ചിന്റെ ഡിസ്പ്ലേ, വീണ്ടും ഒരു 12.35 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിനകത്ത് ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ്, അതിനോട് ചേർന്ന് ഒരു 5 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ സിസ്റ്റം കൊടുത്തിരിക്കുന്നു. AC യുടെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം അതിനകത്താണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് വീണ്ടും നമുക്കൊരു
12.35 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീൻ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള ഒരു സ്ക്രീനാണ് അതിനകത്ത് വരുന്നത്. ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് 360 ക്യാമറ വരുന്നില്ല, റിവേഴ്സ് ക്യാമറ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അത്യാവശ്യം ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയാണ്, HD ക്ലാരിറ്റിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് 1-2 ഫീച്ചേഴ്സ് കാര്യങ്ങൾ താഴെ കാണാനും നമുക്ക് ഫുൾ വൈഡായിട്ട് ഫുൾ സ്ക്രീനിൽ കാണാനുള്ള ഓപ്ഷൻ എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ്. ഇതിനകത്ത് 4 സ്പീക്കറും 4 ടൂട്ടോടും കൂടിയ ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. പിന്നെ അങ്ങനെ എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന ഒരു സ്ക്രീൻ തന്നെയാണ് ഇതിനകത്ത് കിയ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെയിം സ്ക്രീൻ തന്നെയാണ് ലഭിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീനിന്റെ ഫിസിക്കൽ കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. വോളിയം റോക്കർ നമുക്കൊരു നോബ് എന്നുള്ള രീതിയിൽ കൊടുത്തിരുന്നു, അതും കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മാപ്പ് കാര്യങ്ങളുള്ളത് കൊണ്ട് ഇൻഡിക്കേറ്റർ ബട്ടൺ കാര്യങ്ങൾ കാണാം. ടെമ്പറേച്ചർ മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് ഇതിനകത്ത് വരുന്നത്, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിൽ ഡ്യുവൽ സോൺ AC കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വശത്തെ ടെമ്പറേച്ചർ 17.5 ഒരു 22 ആണ്. അപ്പോൾ ഡ്യുവൽ സോൺ AC കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ കോഡുകളും ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു Type C ചാർജിംഗ് പോർട്ട്, ഒരു ചാർജിംഗ് പോർട്ട് അല്ലെങ്കിൽ നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, വീണ്ടും ഒരു Type C ചാർജിംഗ് പോർട്ട്, അങ്ങനെ 3 Type C ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വയർലെസ് ചാർജിംഗ് പാഡ് കാണാം, അത്യാവശ്യം വലിപ്പമുള്ള വലിയ ചാർജിംഗ് പാഡുകൾ കാണാനായിട്ട് പറ്റും. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നത് സെൻട്രൽ കൺസോളിലാണ്. ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, നമുക്ക് ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനുള്ള ഒരു ബട്ടനും ഇവിടെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. ഇത് HTX മാനുവൽ വേരിയന്റ് ആണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതാണ് പുതിയ കീ വരുന്നത്. അതിന്റെ കീ ഓപ്ഷൻസ് വശങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷന് കൂടി ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് വരുന്നത്. സെന്റർ ആംറെസ്റ്റ്, ചെറിയ സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ് വരുന്നത്. ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. അതിനകത്തും 12 വോൾട്ടിന്റെ ഒരു ചാർജിംഗ് പോർട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ലെതർ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. കോ ഡ്രൈവർ സീറ്റ് നമുക്ക് വെന്റിലേഷൻ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. ആ ഒരു ഹെഡ് റെസ്റ്റിന്റെ ഡിസൈൻ ആണെങ്കിലും ഒരു പുതിയൊരു ന്യൂജൻ ഡിസൈൻ എന്ന് തന്നെ പറയേണ്ടി വരും. ആ സീറ്റിന്റെ വശങ്ങളിലായിട്ട് നമുക്കൊരു Type C ചാർജിംഗ് പോർട്ട്, ബാക്കിലെ യാത്രക്കാരുടെ ഒരു ചാർജിംഗ് പോർട്ടും കാണാം. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവേഴ്സിലെ സൺവൈസസ്, മിറർ ഉൾപ്പെടുത്തിയിട്ടില്ല, മിറർ ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. അത് ചെറുതായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓട്ടോ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ, മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ പനോറമിക് സൺറൂഫ്. ബാക്ക് വരെ നീളുന്ന അത്യാവശ്യം വലിപ്പമുള്ള സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബിഗസ്റ്റ് പനോറമിക് സൺറൂഫും ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈവനിങ് ഒക്കെ ആയോടുകൂടി ആ ഒരു ആംബിയൻ ലൈറ്റിംഗ് നിങ്ങൾക്ക് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ഡീസന്റ് സൈസായിട്ട് ഒരു ഗ്ലോ ബോക്സ്, കൂൾഡ് ഫീച്ചർ ഓടുകൂടിയ ഗ്ലോ ബോക്സ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് 360 ക്യാമറ വേണമെങ്കിൽ നിങ്ങൾ HTX ഉള്ള വേരിയന്റ് എടുക്കണം. അതിനകത്ത് അഡീഷണൽ സേഫ്റ്റി ഫീച്ചേഴ്സ്, വശങ്ങളിലുള്ള പാർക്കിംഗ് സെൻസേഴ്സ്, പിന്നെ 360 ക്യാമറ, അഡാസിൻ്റെതായ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ലഭിക്കും. മറ്റെല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിലും HTXന്റെ നോർമൽ വേരിയന്റ് HTX അഡാസ് വേരിയന്റിലും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഫ്രഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ്. അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന വലിപ്പമുള്ള ഡോറുകളാണ് വരുന്നത്. ബാക്കിലെ ഡോർ പാഡ് നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ആണ്. 4 വിൻഡോന്റെ കൺട്രോൾ കാണാം. ബാക്കിലേക്ക് സൺ ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോർ ഹാൻഡിൽസ് ആ ഒരു ബ്രഷ്ഡ് ഡാർക്ക് സിൽവർ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് സെന്റർ മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നമ്മൾക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാനായിട്ട് പറ്റും. ഫ്രണ്ട് സീറ്റിന്റെ 2 വശങ്ങളിൽ നമുക്ക് ഒരു Type C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന സീറ്റ് ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെന്റർ ആംറെസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബാക്കിലേക്കും ലെതർ സീറ്റുകളാണ്, വെന്റിലേഷൻ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പൊ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ന്യൂ റൂം കാണാം. ഇവിടെ നമുക്ക് ഫ്രണ്ട് സീറ്റിന്റെ ബാക്കിലെ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 6 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. അതിന് ചേർന്നകത്തായിട്ടാണ് LED റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് പാഴ്സൽ ട്രേയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സെഗ്മെന്റിലെ മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് കാർ എന്ന് തന്നെ പറയേണ്ടി വരും. 20 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇവർ ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്കൊക്കെ പോകണമെങ്കിൽ 22 ലക്ഷം രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ആ ഒരു ബഡ്ജറ്റിന് കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാറും നമ്മളുടെ പുതിയ സെൽറ്റോസിന്റെ HTX വേരിയന്റ് തന്നെയാണ്.
പുതിയ സെൽറ്റോസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൻ കൺട്രോൾ, അങ്ങനെ ഈ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും പുതിയ സെൽറ്റോസിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ HTX വേരിയന്റ് തൊട്ട് അഡാസും വരുന്നുണ്ട്. അഡാസിന്റെ 21 ഫീച്ചേഴ്സോട് കൂടിയ ഒരു അഡാസിന്റെ സിസ്റ്റവും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. ലൈൻ കീപ്പ് ആണെങ്കിൽ ലൈൻ കീസ് അസിസ്റ്റ്, 360 ക്യാമറ, അങ്ങനെ ഒരു എന്താ പറയുക 50 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്ന വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിനും കൊടുത്തിട്ടുണ്ട്. പുതിയ പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോം ക്രാഷ് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പുതിയ സെൽറ്റോസ് നമുക്ക് പഴയ എഞ്ചിനാണ് ഗിയർ ബോക്സ് ഓപ്ഷനിൽ തന്നെയാണ് ലഭിക്കുന്നത്. പുതിയ ന്യൂ എഞ്ചിനൊന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ HTX വേരിയന്റ് നമ്മുടെ ടയർ സ്റ്റാർട്ടർ 1.5 പെട്രോൾ വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ CVT ഗിയർ ബോക്സിൽ അവൈലബിൾ ആണ്. 115 HP ആണ് പവർ, 144 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണത്. പിന്നെ 1.5 ടർബോ പെട്രോൾ വരുന്നുണ്ട്. അത് 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആയിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു IMT ഗിയർ ബോക്സും അതിനകത്ത് അവൈലബിൾ ആണ്. അത് 160 HP ആണ്, 253 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ്. നല്ല രസമുള്ള ഒരു എഞ്ചിനാണത്. നല്ല രസമാണ്. കാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പറന്ന് കയറുന്ന ഫീലുള്ള ഒരു പെട്രോൾ എഞ്ചിൻ. പിന്നെ കിയയുടെയും ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങളൊക്കെ കണ്ടുവന്നിരുന്ന ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ, 4 സിലിണ്ടർ പെട്രോൾ ടർബോ ഡീസൽ എഞ്ചിൻ, 116 HP ആണ് പവർ, 250 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന ഒരു എഞ്ചിനാണ്. അതിനാണ് മൈലേജ് കമ്പനി 20 കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ പറയുന്നത്. മാനുവലിന്, ഓട്ടോമാറ്റിക്കിന് 17 പറയുന്നത്. റിയൽ ലൈഫിൽ ഒരു 15-16 ആവറേജ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോ ഉള്ള ഒരാളാണ്, പവർഫുൾ ആയിട്ടൊരു വാഹനം വേണം, മൈലേജ് ഉള്ള ഒരു വാഹനം വേണമെങ്കിൽ അതിൻ്റെ ഡീസലിലേക്ക് പോകുക. അതല്ല നിങ്ങളൊരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റിക് ആണ് എങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു പെട്രോൾ എഞ്ചിനും ഇപ്പോൾ കിയ സോണറ്റിൽ വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ നോർമൽ പെട്രോൾ എഞ്ചിനും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ 48ഓളം വേരിയന്റുകൾ അവൈലബിൾ ആണ്. അത് HTE എന്ന് പറഞ്ഞ ബേസ് വേരിയന്റ്, പിന്നെ HTE ഓപ്ഷണൽ വേരിയന്റ്, HTE ഓപ്ഷനിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ HTK ഓപ്ഷനിൽ, പിന്നെ HTX നമ്മൾ റിവ്യൂ ചെയ്തിട്ട് വേരിയന്റ്, പിന്നെ HTX അഡാസ്, പിന്നെ GTX, പിന്നെ GTX അഡാസ്, പിന്നെ X-ലൈൻ ആൻഡ് X-ലൈൻ അഡാസ്. അങ്ങനെ ഇത്രയും വേരിയന്റുകളിൽ 48ഓളം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ഫീച്ചേഴ്സ് വേണം, ഏത് എഞ്ചിൻ വേണം, ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം കിയ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനങ്ങളുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനം HTX വേരിയന്റ് ആണ്. HTX വേരിയന്റ് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പെട്രോൾ മാനുവൽ വേരിയന്റിന് 19 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 20,66,000 രൂപ. ഇതിന്റെ ടർബോ DCT വേരിയന്റ് അവൈലബിൾ ആണ്. അത് 21,63,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. പിന്നെ ഡീസൽ മാനുവൽ വേരിയന്റിന് 21 ലക്ഷവും ഡീസൽ ഓട്ടോമാറ്റിക്കിന് 22,60,000 രൂപയും. അപ്പോൾ 22,60,000 രൂപയ്ക്ക് ദിസ് ഈസ് വർത്ത് കാർ എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി നിങ്ങൾ ബേസ് വേരിയന്റ് ഒക്കെ നോക്കുന്നവരാണ് എങ്കിൽ ബേസ് വേരിയന്റ് ഒരു വാല്യൂ ഫോർ മണി തന്നെയാണ്. അത്യാവശ്യമായിട്ട് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ബേസ് വേരിയന്റ് നിങ്ങൾക്ക് പെട്രോൾ മാനുവൽ വേരിയന്റിന് ഇൻട്രൊഡക്ഷൻ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 10,90,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,29,000 രൂപ. നിങ്ങൾക്ക് ഡീസൽ വേരിയന്റും അതിനകത്ത് അവൈലബിൾ ആണ്. 12,59 ഇൻട്രൊഡക്ഷൻ പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,21,000 രൂപ. ഇനി HTE ഓപ്ഷണൽ വേരിയന്റിൽ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു ബിഗ് ചേഞ്ച് തന്നെയാണ് കിയയുടെ കാര്യത്തിൽ. സെക്കൻഡ് വേരിയന്റിൽ തന്നെ ഓട്ടോമാറ്റിക് കൊടുത്തു. അപ്പോൾ HTE പെട്രോൾ വേരിയന്റ് കുറച്ചുകൂടി ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേരിയന്റ് എന്ന് പറയേണ്ടി വരും. ബേസ് വേരിയന്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് 14,60 പെട്രോൾ മാനുവലിന്, അതിന്റെ ഓട്ടോമാറ്റിക് 16,15, ഡീസൽ മാനുവലിന് 16,52,000 രൂപയും ഡീസൽ ഓട്ടോമാറ്റിക് 18,07,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് പുതിയ സെൽറ്റോസിന്റെ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് 18,07,000 രൂപയാണ്. ആ വാഹനം ഷോറൂമിൽ വരുമ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചാനലിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാണ് പുതിയ സെൽറ്റോസ്. പുതിയ സെൽറ്റോസിന്റെ ഒരു മിഡ് വേരിയന്റ്, ഒരു വാല്യൂ ഫോർ മണി മിഡ് വേരിയന്റ് ആയിട്ട് എനിക്ക് HTX വേരിയന്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫോർ മോർ ഇൻഫോ ഞാൻ ഇൻജോൺ കിയയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പുതിയ സെൽറ്റോസിന്റെ ഏത് വേരിയന്റ് ആണെങ്കിലും, സെൽറ്റോസ് എന്നല്ല കിയയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.